ഒരു രക്ഷയില്ലാത്ത സിനിമയായിരുന്നു. എനിക്ക് ക്ലൈമാക്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സ്ലോ ബേണർ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ എക്കോ എന്ന് പറഞ്ഞ പുതിയ സിനിമ കാണാൻ വേണ്ടി പോവുകയാണ്. വിലായത്ത് ബുദ്ധിയാണ് കാണാനിരുന്നത്, പക്ഷേ റിവ്യൂസ് ഒന്നും അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാത്തതുകൊണ്ട് എക്കോയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. ഈ സിനിമ ഇന്ന് തന്നെ കാണാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ കിഷ്കിന്ത കാണാൻ ടീമിൻ്റെ അടുത്തൊരു സിനിമയാണ്. അപ്പോൾ എൻ്റെ എക്സ്പെക്റ്റേഷൻ വളരെ കൂടുതലായിരുന്നു. അപ്പോൾ തിയേറ്ററിലെത്തിയപ്പോൾ തുടക്കം അത്ര നല്ലതല്ലായിരുന്നു. കാരണം എനിക്ക് കിട്ടിയ പാർക്കിംഗ് പുറത്തായിരുന്നു. അതിനുള്ള റീസണാണ് അതിലും ദേഷ്യം പിടിപ്പിക്കുന്ന കാര്യം. കാരണം വേറെ ഏതോ സിനിമയ്ക്ക് വന്ന ആൾ ഈ സിനിമയാണ് കാണുന്നതെന്നും പറഞ്ഞ് അവിടെ കൊണ്ട് വണ്ടി ഇട്ടിട്ട് പോയി. അപ്പോൾ വേറെ ആർക്കും ആ കോമ്പൗണ്ടിനകത്ത് പ്രോപ്പറായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എന്തായാലും സിനിമയ്ക്ക് വേണ്ടി ഞാൻ അങ്ങ് കയറി. പിന്നെ വേറെ ഒന്നിനെ പറ്റി ഞാൻ അതിനുശേഷം ചിന്തിച്ചില്ല. കുറച്ച് സ്ലോ ആയിട്ട് തുടങ്ങി ഒരു മിസ്റ്റീരിയസ് വൈബ് കീപ്പ് ചെയ്തു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെയാണ് ഫസ്റ്റ് ഹാഫ് അവർ കൊണ്ടുപോയി ഒരു അടിപൊളി ഇൻ്റർവെൽ ബ്ലോക്കിൽ അങ്ങ് നിർത്തി. പക്ഷേ പറയാതിരിക്കാൻ വയ്യ, ക്ലൈമാക്സ് ഒക്കെ എന്നെ ഞെട്ടിച്ച് കളഞ്ഞു. അടിപൊളിയായിട്ടായിരുന്നു. ഈ സിനിമ കണ്ടു കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ നല്ല മഴയും. ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല അടിപൊളി സിനിമ കഴിഞ്ഞ് ഈ മഴയത്തോടെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്ന ഒരു പ്രത്യേക ഫീലാണ്. എന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിനിമ കാണാൻ പറ്റിയ സന്തോഷത്തിൽ ഞാൻ വീട്ടിലേക്ക് അങ്ങ് നേരെ മടങ്ങി. അപ്പോൾ അൺടിൽ നെക്സ്റ്റ് ടൈം, ബൈ ഗായ്സ്.